ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ട്രൂവ്യൂവിൻ്റെ 3 MB വൈഫൈ ക്യാമറയാണ്. ഇത് നമുക്ക് NVRലേക്ക് ഓൺലിഫായിട്ട് നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത് കമ്പനി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ക്ലാരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാ റോബോട്ടിക് ക്യാമറകളും മതി 2 വേ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമൻ ട്രാക്കിങ്, മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ, എല്ലാത്തിനും വരുന്ന പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. നൈറ്റ് കളർ വ്യൂയും കൂടിയാണ്. ഇപ്പോൾ ഞാൻ റോബോട്ടിക് ക്യാമറയ്ക്ക് എല്ലാത്തിനും കളർ വ്യൂയും കൂടി നൈറ്റ് വരാറുണ്ട്, ഹൈബ്രിഡായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം, NVRലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നോ അത് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം കേട്ടോ. ഇതിൻ്റെ പുതിയൊരു ഹൗസിങ്ങാണ് വന്നിട്ടുള്ളത്. ഹൗസിംഗ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു റോബോട്ടിക് മേഖലയിൽ പുതിയൊരു മോഡൽ ഹൗസിങ്ങിനെ അവർ ഇറക്കിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ട്രൂ ക്ലൗഡ് പ്ലസ് എന്നാണ് കേട്ടോ. അവരുടെ പുതിയ ആപ്ലിക്കേഷനാണ്. ആദ്യം ട്രൂ വ്യൂ ക്ലൗഡ് എന്നാണോ, ഇപ്പോൾ പ്ലസ്സും കൂടി ആയി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ക്യാമറ ഓൺലൈനായിട്ടോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ഉണ്ടോ. ഇത് SD മോഡിലാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാൻ. ഇത് നമുക്ക് മൊബൈൽ ഫോൺ തിരിക്കാനുള്ള ഇവിടെ ഫസ്റ്റ് കാണുന്ന സ്ക്രീനിൽ കാണുന്നത് സ്പീക്കറിൻ്റെ സൗണ്ട്. SD എന്നുള്ളത് ക്ലാരിറ്റി കൂട്ടാൻ HD ആക്കി വയ്ക്കാം. HD ആക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ഇതിലുണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ആ വീട് മൊത്തം അടച്ചിരിക്കാം കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ക്ലാരിറ്റീൻ്റെ കുറവ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനി അടുത്തത് ക്യാമറേൻ്റെ സിമ്പിൾ കാണുന്നത് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ, മറ്റേത് വീഡിയോൻ്റെ സിമ്പിൾ കാണുന്നത് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ, ഇത് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി, ഇത് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് കേട്ടോ ക്യാമറ. പിന്നെ നമുക്ക് പ്രൈവസി മോഡുണ്ട്, ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ലൈറ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് കത്തും കണ്ടോ, ഇപ്പോൾ ലൈറ്റ് എടുത്ത് കത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ പ്രീസെറ്റ് മോഡ്, ഇന്ന മോഡിൽ വന്നിട്ട് നിൽക്കണം എന്ന രീതിയിലാണ് പ്രീസെറ്റ് മോഡ് ചെയ്യുന്നത്. ലൈറ്റ് ഓഫ് ചെയ്യാൻ കേട്ടോ, അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും. അടുത്ത സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൽ മോഷൻ ഡിറ്റക്ഷൻ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹ്യൂമൻ ബോഡി ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഹ്യൂമൻ ട്രാക്കിംഗ് ഉണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തിരിഞ്ഞോളും ക്യാമറ. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ, ഏരിയ സെറ്റിങ്സ്, നമുക്ക് ഏരിയ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ഏരിയ വേണം ഏതൊക്കെ ഏരിയ വേണ്ട എന്ന രീതിയിലൊക്കെയാണ്. പിന്നെ സൈറൻ സെറ്റിങ്സ്, ആരെങ്കിലും വന്നാൽ സൈറൻ അടിക്കണോ, വൈറ്റ് ലൈറ്റ് അലാറം, അതായത് ലൈറ്റും കൊണ്ട് ഫ്ലാഷ് ചെയ്തിട്ട് അലാറം വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അടുത്തത് റെക്കോർഡ് സെറ്റിങ്സിൽ നമുക്കിതിൽ റെക്കോർഡ് മോഡ് നമുക്ക് കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യണോ, അതോ അല്ലെങ്കിൽ നമുക്ക് ഈ മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിങ് വേണം, ആളാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം റെക്കോർഡിങ് സിസ്റ്റം, അങ്ങനത്തെ ഉള്ള ഓപ്ഷൻസാണ് അതിൽ കാണുന്നത്. ഇമേജ് സെറ്റിങ്സ്, ഈ നൈറ്റ് വിഷൻ മോഡ് കണ്ടില്ലേ, ഈ മോഡിലാണ് രാത്രി ഫുൾ കളർ മോഡുണ്ട്, സ്മാർട്ട് മോഡുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പല ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്മാർട്ട് മോഡിൽ ആൾ വരുമ്പോൾ മാത്രം ഫ്ലാഷ് അടിക്കരുത്, മറ്റേത് ഫുൾ ടൈം ലൈറ്റ് കത്തിക്കുന്ന മോഷൻ. സ്പീഡിൽ ഓടിച്ച് പോയി പറയാം കേട്ടോ. ഡിവൈസ് സൗണ്ടിൻ്റെ വോളിയം നമ്മൾ ഫുള്ളാക്കി വെച്ചാൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വോളിയം കിട്ടും. ഡയറക്ഷൻ കൺട്രോളാണ്. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ്, ഇത് വൈഫൈ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ എനിക്ക് ഓൺലിഫായിട്ട് NVRൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അഡ്വാൻസ് സെറ്റിങ്സ് പോയിട്ട് ഈ RTSPS എന്നുള്ള ഓപ്ഷൻ ഉള്ളത് ഡിസേബിൾ ചെയ്തിടണം കേട്ടോ. ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്തിടണം. ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് NVRൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ NVRൽ ആഡ് ചെയ്ത് കാണിച്ചു തരാമോ. ഇത് സെയിം വിഷ്വൽ നമ്മളിവിടുത്തെ T&Dൻ്റെ NVR ആണ് ഇട്ടുള്ളത്. അപ്പോൾ T&Dൻ്റെ NVR നോക്കി നോക്കും, അവരുടെ ബാക്കിയുള്ള ക്യാമറയും കൂടി കാണാം നമുക്ക്. ഇതിലെല്ലാ ക്യാമറയും വരും. അപ്പോൾ എല്ലാ ക്യാമറേൻ്റെയും വിഷ്വൽസ് ഇതിൽ നമുക്ക് ഈ 5 ക്യാമറയും കാണാൻ പറ്റും. കണ്ടല്ലേ, കണ്ടോ, ഇതൊരു ഫ്രണ്ടത്തെ ക്യാമറയാണ്. അപ്പോൾ ഇതൊരെണ്ണം ക്ലാരിറ്റി ഇപ്പോൾ എന്താ നെറ്റ്വർക്ക് കുറവാണ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറച്ചിടുകയാണ്. ഉണ്ടല്ലേ, നല്ല ക്ലാരിറ്റിയാണ് പിക്ചറിനൊക്കെ. ഇനിയിപ്പോൾ ഇത് അടുത്തത് വരുന്നത് ഇതാ ഉള്ളിലൊരു ക്യാമറ കേട്ടോ, ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓൺലിഫായിട്ട് ക്യാമറനെ ആഡ് ചെയ്യുക വളരെ സിമ്പിളാണ്. പാസ്വേഡ് ഒന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൂവ്യൂവിൻ്റെ ക്യാമറ നമുക്ക് ബാക്കി CP+ൻ്റെ ക്യാമറ ഒന്നും നമുക്ക് ഓൺലിഫായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേറെ അവർ ഓൺലിഫായി ആഡ് ചെയ്യുന്ന ക്യാമറകൾ ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടാവുന്നത് STQC സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രൂവ്യൂ മാത്രമാണ് ഓൺലിഫ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.